ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കുറേ നാളായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തെമ്മോന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയതായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഓരോ ദിവസം ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ആണെങ്കിൽ കണ്ടിന്യൂസ് ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ കിട്ടിയപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നങ്ങ് ചെയ്ത് നോക്കാം. ഇതുവരെ അത് ഓപ്പൺ ചെയ്ത് പോലും നോക്കിയിട്ടില്ല. സത്യത്തിൽ അത് ഞാൻ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിലായിരുന്നു ഓർഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ കിട്ടിയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. അതെന്താണെന്ന് നോക്കാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെയും കൂടി അത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ സ്നാപ്ഡീലിലൊക്കെ ഞാൻ ഒത്തിരി സാധനങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് ഉള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെമു, അതുപോലെ തന്നെ ഷൈൻ, അങ്ങനെയുള്ള നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഷൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷീൻ, അത് പലരും പല രീതിയിലാണല്ലോ പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ തെമോന്ന് ഒത്തിരി സാധനങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അധികം സാധനങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു 2 ഡ്രസ്സും അതുപോലെ പിന്നെ കുറച്ച് ഹെയർ ആക്സസറീസും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തെമോൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തെമോയിൽ നമ്മളിപ്പോൾ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ഫാൻസി ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ തെമോലിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ ആയിരിക്കും, അഫോർഡബിൾ റേറ്റ്സിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് നമുക്ക് പിന്നെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ചോയ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ടൈം അനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്ത് കാർട്ടിലിട്ടിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, ചെറിയ ഒരു പാക്കാണ് കേട്ടോ. ഡബിൾ പാക്കൊക്കെയാണെന്ന് തോന്നുന്നു. ഇത് ഞാനൊരു ഡ്രസ്സിന് മേളിലിടാൻ വേണ്ടിയിട്ട്, ഒരു വൈറ്റ് ഡ്രസ്സിന് മേളിലിടാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു വെസ്റ്റ് പോലത്തെ ഒരു ഓവർകോട്ട് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇവിടുത്തെ ഡെർൻഡിൽ എന്ന് പറയുന്ന ഒരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ജർമ്മൻസിൻ്റെ നമ്മുടെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. ഒരു വൈറ്റ് ടോപ്പിൻ്റെ കൂടെ ഒരു വൈറ്റ് ഡ്രസ്സിൻ്റെ മുകളിൽ ഇതിട്ടിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിക്കാവേ. ഇതായിരുന്നു ഒരെണ്ണം. പിന്നെ അടുത്തത് ഇത് നമ്മുടെ സ്കിന്നി ഡ്രസ്സാണ് കേട്ടോ. ഒരു പാൻസ്, ഒരു സ്കിന്നി പാൻ്റാണ്. അതൊരെണ്ണം. ഇനി അടുത്ത പാക്കിലാണ് അടുത്ത ഐറ്റംസ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നുള്ളത് തന്നെ ഞാൻ തന്നെ മറന്നുപോയി. ഇതൊരു ഹെയർ ആക്സസറി ആണേ. നമ്മുടെ ഓക്കെ, 2 എണ്ണം ഉണ്ട്. നമ്മൾ പുറകിൽ സ്റ്റൈൽ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ബാൻഡ് മോഡൽ. അത് 2 എണ്ണം, 2 കളേഴ്സിൽ 2 എണ്ണം ഉണ്ട്. അതൊരെണ്ണം, ഒരു സെറ്റ്.
പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇതൊരു ബോയാട്ടോ, നമുക്ക് ഫ്രണ്ടിലേക്ക് ബോ. എൻ്റെ ഹെയറായിട്ട് ഏകദേശം മാച്ച്, സെയിം ഒരു കളർ, ഒരു കളർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഹെയർ ആക്സസറി തന്നെയാണ്. ഇത് നമ്മൾ സത്യത്തിൽ ബണ്ണൊക്കെ ആക്കി കെട്ടിയിട്ട് ജസ്റ്റ് ഇത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ്. എനിക്ക് അങ്ങനെ കെട്ടാനായിട്ട് അറിയില്ല. അപ്പോൾ സത്യത്തിൽ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ചുരുട്ടിയിട്ട് ക്ലിപ്പ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു നീറ്റ് അപ്പിയറൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ജസ്റ്റ് നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടായാലും നമുക്ക് അതിന് പുറമേ കൂടി ഈ ക്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് തോന്നുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ചെയ്ത് നോക്കാം. അടുത്തത് ഇതിപ്പോൾ കുറച്ച് ഡീപ്പ് നെക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ഡീപ്പ് നെക്കുള്ള ഡ്രസ്സുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് ഉള്ളിൽ പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കാണ്. അപ്പോൾ ഞാൻ ഓർത്തു അന്ന് ഇങ്ങനെ ഒരു ഇത് മേടിക്കാമെന്ന് വിചാരിച്ചൊരു ജസ്റ്റ് ഒരു പീസ്. സത്യം പറഞ്ഞാൽ ഐ ലവ് ദിസ് ഡ്രസ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഓർഡർ ചെയ്തപ്പോഴത്തേനും ഇതിപ്പോൾ എനിക്കറിയില്ല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. നല്ലൊരു എന്താ പറയുക, ഒരു റെഡ് വെൽവെറ്റ് ഡ്രസ്സാണ്. അപ്പം ഞാനിത് വിചാരിച്ചത് എൻ്റെ ഒരു ജീൻസിൻ്റെ ഒരു സ്കേർട്ടുണ്ട്, അതുമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എന്തായാലും ഞാനിത് ഇട്ട് കാണിക്കാവേ. ഇതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ 2 ഇയറിങ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം, കുറച്ച് നന്നായിട്ടുണ്ട്. ഒരു സ്റ്റോൺ ടൈപ്പൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇയറിങ് കൂടി ഉണ്ട്, നോക്കട്ടെ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചില പാൻസൊക്കെ നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ കുറച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനത്തെ ഇത് കാണുന്നുണ്ടല്ലോ, നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പിൽ, അത്തരത്തിലുള്ളൊരിതാണേ. അതൊരു പെയർ 2 ഉണ്ട്. അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ഊരിയെടുക്കുക? ഇത് ഞാൻ വിചാരിച്ചതിൽക്കാൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാം വച്ച് കാണിക്കാം. നന്നായിട്ടുണ്ടല്ലേ? എൻ്റെ ഹെയറായിട്ട് മാച്ച് ചെയ്യുന്ന ടൈപ്പിലെ കളർ തന്നെയാണ്. പിന്നെ അടുത്തത്
ഇത് ഞാൻ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. നമുക്ക് ഓയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി നാളായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു ഓയിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കമ്മൽ കൂടി. ഇത് ഞാൻ സത്യത്തിൽ ആ വെൽവെറ്റ് ഡ്രസ്സിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ഒരു സ്റ്റോൺ, ഒരു എന്താ പറയുക, ഒരു റെഡ് കളറിൽ. ഇത് ഒരു റെഡാണ് ഞാൻ ഓർഡർ ചെയ്തത്, പക്ഷേ ആക്ച്വലി ഇതൊരു മെറൂണിഷാണ്, മെറൂൺ കളറാണ്. അടുത്തത് ആക്ച്വലി ഞാൻ വിചാരിച്ചതുപോലെ അല്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ഏതെങ്കിലും ഡ്രസ്സായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അടുത്തത് ഇത് ഞാൻ 2 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പാൻസൊക്കെ നമുക്ക് ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് പിൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ആ പിന്നാണ് കേട്ടോ ഇത്. ഞാൻ 2 സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ക്യാപ്പാട്ടോ, ഇത് ഹാറ്റ് ആക്ച്വലി. ഇതും വാവ്, സൂപ്പർ. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല ഒരു ക്വാളിറ്റി ആട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നന്നായിട്ടുണ്ട്. എന്തായാലും വെച്ച് നോക്കാം. എന്തായാലും തല്ലെടുക്കട്ടെ അല്ലേ. ഇതെനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇനി ഇതൊരു സ്കേർട്ടാട്ടോ, പക്ഷെ ഞാൻ കുറച്ചുകൂടി ക്വാളിറ്റി പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത്ര ക്വാളിറ്റി ഇതിനില്ല. ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളർ. പിന്നെ അവസാനമായിട്ട് ഞാൻ ചെറിയൊരു ബാഗ് ഓർഡർ ചെയ്തിരുന്നു. ഇതിൻ്റെ ആണെങ്കിലും ഓക്കെ, ഇതിൻ്റെ വലിപ്പം ഞാൻ കുറച്ചുകൂടി എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാലും ബാഗ് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെയാണ്, പക്ഷെ ഞാൻ കുറച്ചുകൂടി വലിപ്പം പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. ഇപ്പോൾ സൈസ്, പക്ഷെ അത്യാവശ്യം സാധനങ്ങളെല്ലാം കൊള്ളാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ തെമോന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.